എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് ഇത്രയേറെ പ്രാധാന്യം കൈവന്നത്? നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? നമസ്കാരത്തിന് ഇത്രയേറെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാധാന്യം കൈവന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ ഇത്രമാത്രം ഗൗരവമാകുന്നത്? ഇത്രയും ഗൗരവമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണത്. എന്തുകൊണ്ടാണ് നമസ്കാരം ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ആരാധനയായി ഇസ്ലാമിൽ മാറിയത്? എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുമ്പോൾ അതീവ ഗൗരവമായി പോകുന്നത്? മറ്റൊന്നുമല്ല, സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ഒന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചരിക്കരുത് എന്ന് ഒരു വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്ന ഒരാരാധനയാണ് നമസ്കാരം. ഡെയിലി ലൈഫിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് മാറരുത് എന്ന് അവനെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കാത്ത ഒരാളുടെ ദിശ തെറ്റും. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. നമസ്കരിക്കാത്ത ഒരാളെ നമ്മൾ നോക്ക്, അയാൾക്ക് മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയില്ല. നമസ്കാരം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് വഴിമാറരുത് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.